പ്രൊഫറ്റ് ഭജീന്ദർ സിംഗിനെ കുറിച്ച് വാർത്തകൾ നമ്മൾ കേട്ടു. ഞാനൊരു പാഠഭേദം ചെയ്തു. അതിനുശേഷം ചില ആളുകൾ ഇങ്ങനെ പാഠഭേദത്തിൻ്റെ താഴെയൊക്കെ വന്ന് കമൻ്റ് ഇടുവാനിടയെ തുടർന്നു. ഇതിൻ്റെ പിന്നിൽ വലിയ കോൺസ്പിറസി ഉണ്ട്, അതായത് ഈ വ്യക്തിയെ കുടുക്കിയതാണ്, അതിനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകളൊക്കെ ഇടുവാനിടയായി തുടർന്നു. അപ്പോൾ ഈ പ്രൊഫറ്റ് ഭജീന്ദർ സിംഗ് ആരാണ്, എന്താണ് സംഭവിച്ചത് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് എനിക്കുള്ള ചില അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ ന്യൂസ് ബുള്ളറ്റിനിൽ പിന്നെയും ഒരു വീഡിയോ ചെയ്യുന്നത്. ആരാണ് പ്രൊഫറ്റ് ഭജീന്ദർ സിംഗ്? ഈ ഹരിയാനയിലെ ഒരു ജാട്ട് കുടുംബത്തിൽ യമുന നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം 15 വർഷം മുമ്പാണ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുന്നത്. ജയിലിൽ കിടക്കുമ്പോൾ ഒരു മർഡർ കേസിൽ ജയിലിൽ കിടക്കുന്ന സമയത്ത് വേദപുസ്തകം വായിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുവാനിടയായി തീർന്നു. അദ്ദേഹം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ശേഷം അദ്ദേഹം ചില വർഷങ്ങൾ അവിടെ യമുന നഗറിൽ തന്നെയുള്ള ഒരു പാസ്റ്ററോടൊപ്പം അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഒരിക്കൽ ഈ ഭജീന്ദർ സിംഗ് തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു ഡ്രൈവറായിരുന്നു. അതിനുശേഷം ഈ യമുന നഗറിലെ പാസ്റ്റർ തന്നെ വന്നിട്ട് അദ്ദേഹം എൻ്റെ ഡ്രൈവറായിരുന്നു, അതായത് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്നു എന്ന അർത്ഥം. പിന്നീട് ഇവർ തമ്മിൽ വലിയ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാസ്റ്റർ കൂടെ നിന്നാണ് ഇദ്ദേഹം ഒരു 6 വർഷത്തോളം അദ്ദേഹം ഈ ശുശ്രൂഷയുടെ ആദ്യപടികളൊക്കെ പഠിക്കുന്നത്. പിന്നീട് തനിയെ മിനിസ്ട്രി ആരംഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, ഇത് പെട്ടെന്ന് ആരെങ്കിലും പ്ലാൻ ചെയ്ത ഒരു കേസല്ല. ഈ പ്രൊഫറ്റ് ഭജീന്ദർ സിംഗ് ഇന്നത്തെ ഭജീന്ദർ സിംഗ് ആകുന്നതിന് മുമ്പ്, ഇത്രയുമൊന്നും വളരുന്നതിന് മുമ്പ് തന്നെ 2018 നടന്ന ഒരു കേസിൻ്റെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് എതിരായിട്ടൊരു കേസ് വന്നിരുന്നു. ഒരു പെൺകുട്ടി ആരോപണങ്ങളുമായി വന്നിരുന്നു. അത് തന്നെ മോശമായി തന്നോട് ബിഹേവ് ചെയ്തു, മെസ്സേജസ് അയച്ചെന്നുള്ളൊരു കേസാണ്. ആ കേസിൻ്റെ വിധിയല്ല ഈ വന്നിരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് 2018 ആരംഭിച്ചൊരു കേസ് 7 വർഷങ്ങൾക്ക് ശേഷം വിധി വന്നിരിക്കുകയാണ്. അന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയായിരുന്നു. ജാമ്യത്തിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ 7 വർഷങ്ങളായി അദ്ദേഹം ഈ പറഞ്ഞ മീറ്റിങ്ങുകളൊക്കെ നടത്തിയത്. അപ്പോൾ ആ ഒരു കേസിൻ്റെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ചിന്തിക്കില്ല 3 മാസത്തിന് മുമ്പ് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ഒരു ആരോപണം പറയുന്നു പെട്ടെന്ന് തന്നെ വിധി വന്നോ എന്നൊന്നും ചിന്തിക്കില്ല. അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ ചിലർക്കുണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയല്ല സംഭവം നടന്നിരിക്കുന്നത്. ഇത് വെൽ പ്ലാൻഡ് പ്രോഗ്രാമാണ് എന്നൊക്കെ ആളുകൾ പ്രധാനയിടയിൽ തീർന്നു. അങ്ങനെ 3 മാസം കൊണ്ട് പ്ലാൻ ചെയ്ത ഒരു കാര്യമൊന്നുമല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 2018 നടന്ന ഒരു കേസിൻ്റെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. ദീർഘനാളായിട്ട് ആ കേസ് നടക്കുകയായിരുന്നു. അപ്പോൾ അനേക ട്രയൽസും വിസ്താരങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഭജീന്ദർ സിംഗിനെ പോലുള്ള ഒരാൾക്ക് എതിരെ ഒരു ആരോപണം വന്നപ്പോൾ അത് അദ്ദേഹത്തെ എതിർക്കുന്നവർ അദ്ദേഹത്തെ അടിക്കാൻ ഒരു വടിയായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അദ്ദേഹം അടിക്കാൻ ഒരു വടി കൊടുത്തു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദൈവദാസന്മാർ ട്രാൻസ്പെറൻസിയോടുകൂടെ മാത്രമേ ജീവിക്കാവുള്ളൂ. ജീവിതത്തിൽ അങ്ങനെ ചില നിഷ്ഠകൾ പാലിച്ചാൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകത്തില്ല. ശ്രദ്ധിക്കണമെന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അടിക്കാൻ വടി കൊടുത്തു, അവരടിച്ചു. ഇത് പ്ലാൻഡ് ആണെന്ന് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഇത് അങ്ങനെ 2-3 മാസം കൊണ്ടൊന്നും പ്ലാൻ ചെയ്തൊരു സംഭവമല്ല. 2018 കേസിനാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അടുത്ത കേസ് അതിപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ വിധി ഇനിയും സമയങ്ങളെടുക്കും വരുവാൻ. 3ാമത്തെ കേസ് അദ്ദേഹം തൻ്റെ ഓഫീസ് സ്റ്റാഫിനെ അല്ലെങ്കിൽ തൻ്റെ മിനിസ്ട്രി പാർട്ട്നേഴ്സിനെയൊക്കെ അടിക്കുന്ന ആ രംഗം, അതൊക്കെ മറ്റ് കേസുകളാണ്. അതിൻ്റെ ഒന്നും വിധിയല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ ഭജീന്ദർ സിംഗിനെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ വിജയ് ഇമാനുവൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹരിയാന ഈ പറഞ്ഞ യമുന നഗറിലെ ഒരു പാസ്റ്ററാണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് ഈ ഭജീന്ദർ സിംഗിനെതിരായിട്ട് സംസാരിക്കുന്നു. 3-4 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കാശ് വാങ്ങിച്ചിട്ട് കൈവപ്പ് കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ അത് തെറ്റാണെന്നും. 3 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ചില ആളുകൾ കാശ് വാങ്ങിച്ച് കൈവപ്പ് കൊടുക്കുന്നു, അത് തെറ്റാണ്. അതായത് 25,000 രൂപയൊക്കെ ഫീസ് വാങ്ങിച്ചുകൊണ്ട് ആളുകൾക്ക് കൈവച്ച് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം മെൻഷൻ ചെയ്തത്. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ഞാനിവിടെ ആളുകളെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, ആരോടും പൈസ ഞാൻ വാങ്ങുന്നില്ല. ഭജീന്ദർ സിംഗിനെ ഞാനാണ് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിട്ടത്. എൻ്റെ ഡ്രൈവറായിരുന്നു, അല്ലെങ്കിൽ എന്നോട് കൂടെ നിന്ന ചെറുപ്പക്കാരനാണ്, എന്നെ ഒത്തിരി ഞാൻ ഒത്തിരി സ്നേഹിച്ച ചെറുപ്പക്കാരനാണ്. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു, അവൻ വളർന്നില്ലേ, അതുകൊണ്ട് ഇവിടെ ഞാനും കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പണമൊന്നും അതിനുവേണ്ടി വാങ്ങുന്നില്ല എന്നൊക്കെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ഈ അടുത്ത സമയത്തായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ ഈ ഭജീന്ദർ സിംഗിൻ്റെ ആളുകൾ തിരിച്ച് എതിർക്കുന്ന അനുഭവങ്ങളുണ്ടായി. അങ്ങനെ വലിയ വാഗ്വാദങ്ങളുണ്ടായി. കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഈ പാസ്റ്റർ പറഞ്ഞ എന്തോ പ്രസ്താവന ഭജീന്ദർ സിംഗിന്
ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല ഭജീന്ദർ സിംഗിൻ്റെ ഭാവിയെക്കുറിച്ച് ഈ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ, യമുനാനഗറിലെ ചർച്ചിൽ 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രോഫസി ചെയ്തിരുന്നു. അതായത് ഭജീന്ദർ സിംഗ് ഈ രീതിയിൽ പോയാൽ അദ്ദേഹം വീണുപോകുമെന്നും വലിയ തകർച്ച ഉണ്ടാകുമെന്നും ഒരു പ്രോഫസി ചെയ്തിരുന്നു. വിജയ് ഇമ്മാനുവൽ, ബിഷപ്പ് വിജയ് ഇമ്മാനുവൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ചെയ്ത പ്രോഫസിയും അദ്ദേഹം ഈ ഭജീന്ദർ സിംഗിനെതിരായിട്ട് സംസാരിക്കുന്ന വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് 3 മാസങ്ങൾക്ക് മുമ്പ് ഭജീന്ദർ സിംഗ് ഈ വിജയ് ഇമ്മാനുവൽ എന്ന് പറഞ്ഞ പാസ്റ്റർക്കെതിരെ 50 ലക്ഷം രൂപയുടെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ ആ കേസ് ഫയൽ ചെയ്ത ശേഷം ഈ ഭജീന്ദർ സിംഗ് വന്ന് പത്രക്കാരോട് സംസാരിച്ച ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട്. ആ പ്രസ് റിലീസിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞത്, കർത്താവ് പറഞ്ഞത് ഒരു ചെകിടത്തടിച്ചാൽ മറു ചെകിട് കാണിച്ചു കൊടുക്കാനാണ്. 3ാമത് അടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞില്ല. അതുകൊണ്ട് ഒരു ചെകിട് കാണിച്ചു, മറു ചെകിട് കാണിച്ചു. അതുകൊണ്ട് പിന്നെയും അടിക്കുന്നത് കൊണ്ട് ഞാൻ 50 ലക്ഷം രൂപ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുന്നു. അതായത് ഈ ഭജീന്ദർ സിംഗ് ഫോൾസ് പ്രോഫറ്റാണ്, തെറ്റായ ഡോക്ടറിനാണ് പഠിപ്പിക്കുന്നത് എന്ന് ഈ വിജയ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ പാസ്റ്റർ തൻ്റെ ചർച്ചിലെ വിശ്വാസികളോട് പ്രസംഗിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു കേസൊക്കെ ഫയൽ ചെയ്തു. ആ വീഡിയോയിൽ അദ്ദേഹം പത്രക്കാരോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ ദാസനാണ്, അതുകൊണ്ട് ഈ പറഞ്ഞ വിജയ് ഇമ്മാനുവൽ അദ്ദേഹത്തോട് ദൈവം ചോദിക്കും, ഞാൻ അങ്ങനെ പ്രോഫസി തരികയാണ്, ഇത്ര നാളുകൾക്കകം ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ അദ്ദേഹം തകർന്നു പോകും, എന്നെ എതിർത്തതിൻ്റെ ഫലം അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രസ് റിലീസൊക്കെ ചെയ്യുവാനിടയെ തീർന്നു. അതുകൊണ്ട് അങ്ങനെ കുറേ വിവാദങ്ങൾ നമ്മൾ അറിയാത്തതായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവർ തമ്മിൽ വലിയ പിരിമുറുക്കങ്ങൾ, അതായത് ഈ ഭജീന്ദർ സിംഗ് കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളുണ്ട്. ഭജീന്ദർ സിംഗ് ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരുന്നത്, കഴിഞ്ഞ 3-4 മാസമായിട്ട് ആരോപിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ പുതുതായിട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നിരിക്കുന്ന പെൺകുട്ടി ഈ വിജയ ഇമ്മാനുവൽ എന്ന് പറയുന്ന പാസ്റ്ററുമായിട്ട് കണക്റ്റഡ് ആണെന്നൊക്കെയാണ് മറു ആരോപണം ഭജീന്ദർ സിംഗ് പറയുന്നത്. എന്താണെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ കുറേ നാളുകളായി നടക്കുകയാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്ന കേസ് ഈ പറഞ്ഞ വിജയ് ഇമ്മാനുവലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ശേഷമുണ്ടായ കേസല്ല, അതിനൊക്കെ മുമ്പായിട്ട് തന്നെ, അതായത് 2018 തന്നെ ഉണ്ടായൊരു സംഭവത്തിൻ്റെ കേസിലാണ് വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാം, നമുക്കറിയില്ല അതിനെക്കുറിച്ച്. അതൊക്കെ കോടതിയും പോലീസും ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഇനിയും ജില്ലാ കോടതിയുടെ വിധിയേ വന്നുള്ളൂ. ഇതിന് മുകളിൽ മറ്റു കോടതികളുണ്ട്, അവരൊക്കെ പിന്നെയും ഈ കേസിനെ പുനരാലോചിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ന്യായം കിട്ടുക തന്നെ ചെയ്യും. രാജ്യത്ത് പല കോടതികളുണ്ടല്ലോ, നമുക്ക് എന്തായാലും ന്യായം വെളിപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ പറയുന്ന കേസിൽ ഒരു പെൺകുട്ടിക്ക് എതിരെ ഒരു അനീതി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗമൊരിക്കലും ആ പെൺകുട്ടിക്ക് സംഭവിച്ച അനീതിയെ കണ്ണടച്ച് അതിനെ വെളുപ്പിക്കുവാൻ സ്വർഗം തയ്യാറാകത്തില്ല. എന്താണെങ്കിലും ഈ നമ്മുടെ പഴഞ്ചൊല്ല് പറയത്തില്ലേ, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്നുള്ള പഴഞ്ചൊല്ല് പോലെ ആരാണോ ഇതിൻ്റെ പിന്നിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഗൂഢാലോചനകളുള്ളത്, പരസ്പരം ചെളിവാരി എറിയുന്നു, എന്തായാലും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും, ദൈവം എല്ലാം കാണുന്നുണ്ട്. ഇത്രയും ഒരു ക്ലാരിഫിക്കേഷൻ ഈ വാർത്തയോട് ബന്ധത്തിൽ നൽകിയെന്ന് മാത്രം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.